ആദ്യമേ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടും നിറഞ്ഞ മനസ്സോടും കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. It is with immense gratitude and with a prayerful mind I am standing here, because there are a lot of memories related to this particular church. ഈ പ്രത്യേക ഇടവകയുമായി ബന്ധപ്പെട്ട്, ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒത്തിരി നല്ല ഓർമ്മകൾ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. And it is very glad to see all of you who were previously members of the Cathedral Church. ഒരു കാലത്ത് ഇവിടെ ഇരുന്ന എല്ലാവരും നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ അംഗങ്ങളായി, നമ്മളെല്ലാവരും ഒരു ഫാമിലിയായി ഒന്നിച്ചിരുന്ന ഒരു സമയം. ഇപ്പോഴും വി ആർ കീപ്പിംഗ് ദാറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് യൂണിയൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള നമ്മുടെ കൂട്ടായ്മയും ആ സ്നേഹവും ഇന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണല്ലോ നമ്മളെല്ലായ്പ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ നമ്മുടെ കൂട്ടായ്മയും സഹകരണവും എല്ലാം. പ്രത്യേകിച്ച് ദിസ് ചർച്ച് ഈസ് പർട്ടിക്കുലർലി ഡെഡിക്കേറ്റഡ് ഇൻ ദ നെയിം ഓഫ് സെൻറ്റ് ജോർജ്. ഗീവർഗീസ് സഹദായുടെ നാമത്തിലാണ് ഈ ദേവാലയം പ്രത്യേകമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഹഗിയോഗ്രഫി അറിയാം. ഹഗിയോഗ്രഫി മീൻസ് ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് ദ സെയിൻറ്റ്, ആൻഡ് ഇൻ ഗ്രീക്ക് ഇറ്റ് ഈസ് നോൺ ആസ് ഹഗിയോഗ്രഫി. ഗ്രാഫി മീൻസ് ഹിസ്റ്ററി ആൻഡ് ഹഗിയോസ് മീൻസ് സെയിൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സെൻറ്റ് ജോർജിൻ്റെ ഹഗിയോഗ്രഫി നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഒത്തിരി അത് കേട്ടിട്ടുണ്ട്, ആവർത്തിച്ച് അത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഹഗിയോഗ്രഫി വായിക്കുമ്പോഴെപ്പോഴും, വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ എപ്പോഴും വായിക്കുമ്പോഴും അതിനെപ്പോഴും ഒരു കോണ്ടെക്സ്റ്റുവൽ മീനിങ് ഉണ്ട്. സോ ദ ലൈഫ് ഓഫ് എ സെയിൻറ്റ് ഹാസ് എ കോണ്ടെക്സ്റ്റുവൽ മീനിങ്. നമ്മുടെ കാലഘട്ടവുമായിട്ട് അതിന് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പുണ്ട്. അപ്പം നമ്മൾ ഈ സെൻറ്റ് ജോർജിൻ്റെ ഹഗിയോഗ്രഫിയിൽ നമുക്കറിയാം, ഒരു 3rd century BC ആണ് അദ്ദേഹത്തിൻ്റെ, 3rd century AD ആണ് ഡയോക്ലീഷ്യൻ്റെ പെർസിക്യൂഷൻ ഇറായാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയും. പ്രൊഫഷണലി ഹി വാസ് എ സോൾജിയർ, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പട്ടാളക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം എല്ലാത്തിനേക്കാളും ഉപരി ഹി അപ്ഹോൾഡ് ദ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ കോണ്ടെക്സ്റ്റുവലായിട്ട് ചിന്തിക്കേണ്ടത്, ഒരു സോൾജിയറിൻ്റെ ലൈഫും ഒരു സെയിൻറ്റിൻ്റെ ലൈഫും തമ്മിൽ യോജിച്ച് പോകാൻ അല്പം ബുദ്ധിമുട്ട്. അല്ലെ, ഒരു സെയിൻറ്റ്ലി ലൈഫ് ഈ സോൾജിയർ പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു നോർമൽ തിങ്കിങ് പാറ്റേണിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബ്ലെൻഡ് ബോത്ത് ദി സെക്കുലർ പോസ്റ്റ് ആൻഡ് ഓൾസോ ദി സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളോട് ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടാണ്. അങ്ങനെ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്, അതിൻ്റെ നല്ലൊരു വിറ്റ്നസ്സാണ് ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് സെൻറ്റ് ജോർജ്. അതായത് നമ്മളൊക്കെ പ്രൊഫഷണലി സെക്കുലർ വേൾഡിൽ പല പോസ്റ്റുകൾ ചെയ്യുന്നവരാണ്. പക്ഷേ അതിൻ്റെ നടുവിലും നമുക്ക് എങ്ങനെയാണ് സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റ്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്? അതൊരു ചലഞ്ചാണ്. അപ്പോൾ സെൻറ്റ് ജോർജ് അന്നത്തെ ഒരു വളരെ അൺഫെമിലിയറായിട്ടുള്ള അല്ലെങ്കിൽ അൺഫേവറബിളായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഹൗ ഹി അപ്ഹോൾഡ് ദ ഫെയ്ത്ത്, ഇതേ സിറ്റുവേഷനാണ് നമുക്കുള്ളത്. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ കൺട്രി ഹാവിങ് എ ഗ്രേറ്റ് റേറ്റ് ഓഫ് സെക്കുലറിസം ആൻഡ് എവറിതിങ്. ഒരു പെട്ടെന്നുള്ളതായി ഒരു സെക്കുലറിസം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പർട്ടിക്കുലർ പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഒരു ഒറ്റ ഫ്രെയിമിൽ മാത്രം ഇട്ട് നമുക്കതിനെ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസിൻ്റെ നടുവിൽ ഹൗ ക്യാൻ വി റീബിൽഡ് ആൻഡ് റെസ്റ്റോർ അവർ ഫെയ്ത്ത് ആൻഡ് ഓൾസോ ഹാൻഡിങ് ഓവർ ദ ഫെയ്ത്ത് ഫ്രം അവർ ഓൺ ഹാൻഡ്സ് ടു ദ പോസ്റ്റെറിറ്റി. കമ്മിങ് ജനറേഷന് നമുക്ക് എങ്ങനെ ഫെയ്ത്ത് കൊടുക്കാൻ പറ്റും? യഥാർത്ഥത്തിൽ എല്ലാ പെരുന്നാളുകളും നമ്മൾ ഇതാണ് കൂടുതലായി നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഈ വിശുദ്ധന്മാരുടെ പെരുന്നാളുകളിൽ നമ്മൾ കൂടുമ്പോൾ ആ അൺഫേവറബിൾ സിറ്റുവേഷനിൽ അവരെടുത്ത കറേജും ആ ഒരു കമ്മിറ്റ്മെൻറ്റും എല്ലാം ഇന്നത്തെ കാലത്ത് വളരെ നമ്മൾക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു ചെറിയ ടെക്സ്റ്റ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് മാത്രം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ ഫെമിലിയറായിട്ടുള്ള ഒരു കാര്യമാണ് ഈ
വേദപുസ്തകം പഠിക്കുക എന്ന് പറയുന്നത് അല്ലേ? നമ്മളെപ്പോഴും സുവിശേഷ പ്രസംഗം നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഈ റീഡിങ് ദ സ്ക്രിപ്ചർ ആൻഡ് മെഡിറ്റേറ്റിംഗ് ദ സ്ക്രിപ്ചർ, ദെയർ ആർ ടു മെയിൻ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഈ വചനം പഠിക്കുന്നതിനും ഇപ്പോൾ ഈ സന്ധ്യയ്ക്ക് നമ്മളിത് കേൾക്കുന്നതിനുമെല്ലാം ഒത്തിരി ഡൈമെൻഷൻസ് ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സാധാരണ നിലയിൽ ചിന്തിച്ചാൽ ഫോർ കംഫർട്ടിങ് അവർ ഓൺ മൈൻഡ്സ്, നമ്മുടെ മനസ്സിനൊരാശ്വാസം കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വേദപുസ്തകം വായിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിയലി എ ട്രൂത്ത്. നമ്മളിപ്പോൾ ഇന്നലെ തിരുമേനി ഞാനും ഒരുമിച്ച് ഉച്ചനമസ്കാരം നടത്തിയ സമയത്ത് ഈ പെന്തിക്കോസ്തയുടെ കാത്തിരിപ്പിൻ്റെ ക്രമങ്ങൾ വായിച്ചപ്പോൾ അതിലെ ഓരോ വേദഭാഗവും വായിക്കുമ്പം ആക്ച്വലി ഇറ്റ് കംഫർട്ട്സ് അവർ മൈൻഡ്. നമുക്കങ്ങനെ പലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ മനസ്സിനെ ഈ വായനകൾ കംഫർട്ട് ചെയ്യും. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇറ്റ് ഹെൽപ്പ് us ടു ഇവാലുവേറ്റ് ദ പ്രസൻറ്റ് ടൈം. അപ്പോൾ ഹോളി സ്ക്രിപ്ചർ എപ്പോഴും കണ്ടംപററി സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഇറ്റ് ഹെൽപ്പ് us ടു റിവാലുവേറ്റ് അവർ ലിവിങ് കൾച്ചർ, അവർ ലിവിങ് എപ്പിസോഡ്സ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ ഈ സ്ക്രിപ്ചർ ഒത്തിരി സഹായിക്കും. അതുകൊണ്ടാണല്ലോ ഈ നമ്മളെപ്പോഴും, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഈ ഗോസ്പൽ ഇവൻസ് ഒരു പാസ്റ്റ് ഇവൻസായിട്ടല്ല, ബിബ്ലിക്കൽ ഇവൻസ് ഒന്നും പാസ്റ്റിൽ നടന്നൊരു ഇവൻസായിട്ട് മാത്രമല്ല ചർച്ച് കാണുന്നത്. ഇറ്റ് ഹാസ് എ പ്രസൻറ്റ് സിഗ്നിഫിക്കൻറ്റ് കോണ്ടെക്സ്റ്റ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ജീവൻ നൽകുന്ന വചനം എന്ന് പറയാറുണ്ടല്ലോ അല്ലേ? എവങ്കേലിയോൻ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ദ ലൈഫ് ഗിവിങ് വേർഡ് ഓഫ് അവർ ഗോസ്പൽ. അപ്പോൾ ഈ ലൈഫ് ഗിവിങ് എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഈസ് സ്റ്റിൽ ലിവിങ് ആൻഡ് ഇറ്റ് ഈസ് ഇറ്റേണൽ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കോണ്ടെക്സ്റ്റുവൽ. ഇറ്റേണലാണ്, പാസ്റ്റിൽ നടന്നതാണ്, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം, ഈ പ്രത്യേകിച്ച് ഈ സോഷ്യോളജിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രത്യേകിച്ച് ഓരോരോ ഫ്രേസസ് കേൾക്കുമല്ലോ ഓരോ കാലഘട്ടത്തിൽ. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ഇറ, പ്രീ കോവിഡ് ഇറ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓരോ ബൈഫർക്കേറ്റ് ചെയ്യാറുണ്ട് ഇറാസിന്. അപ്പോൾ ഈ ലിറ്ററേച്ചറിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളൊരു വാക്കാണ് പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറയും. പോസ്റ്റ് ട്രൂത്ത് ഏജ് നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ് അല്ലേ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. 2016 റാൽഫ് കെയ്സ് എന്ന ലിംഗ്വിസ്റ്റാണ് യഥാർത്ഥത്തിൽ ഈ പദം, ഈ അക്ഷരലോകത്ത് അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് ലെറ്റേഴ്സ് ഈ ഒരു പദം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നൊരു കാര്യം. മലയാളത്തിൽ അതിന് സത്യാനന്തര കാലം എന്ന് പറയും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ഏജ് ഇൻ വിച്ച് വി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് വാട്ട് ഈസ് ട്രൂത്ത് ആൻഡ് വാട്ട് ഈസ് ഫോൾസ്. ശരിക്കും ശരി ഏത് തെറ്റേതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ കൺഫ്യൂസ്ഡ് ആവുന്ന സിറ്റുവേഷനാണ് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറയുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ട്. ഈ ക്രൈസിസ് വളരെ വിസിബിളായിട്ട് പണ്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും അതുകൊണ്ടാണ് ഞാൻ ബേസിക് ആയിട്ട് ഒരു ടെക്സ്റ്റ് എടുത്തത്, ജെനസിസ് ചാപ്റ്റർ 3 ഫ്രം വേഴ്സസ് 1 to 14. നമുക്കെല്ലാം ഫെമിലിയറായ ടെക്സ്റ്റാണ്, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 to 14. ഇറ്റ് ഈസ് അബൌട്ട് ദ ഫോൾ ഓഫ് മാൻ. മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഈ സെർപ്പൻ്റ് അപ്രോച്ച് ചെയ്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ തോട്ടത്തിലെ ഫലം കഴിക്കരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ? ഉണ്ട്. അപ്പോൾ ദൈവം, God has given a statement and has given a declaration that fruit is forbidden to you, that will spoil your future. അത് ദൈവം കൊടുത്തൊരു ഡിക്ലറേഷനാണ്, അതൊരു ഇറ്റേണൽ ട്രൂത്താണ്. ഓൺ ദ കോൺട്രറി അനദർ ട്രൂത്ത് വരികയാണ്, അത് തെറ്റാണ്. ഇഫ് യു എക്സ്പീരിയൻസ് ഇറ്റ്, യുവർ ഐസ് വിൽ ഓപ്പൺ ആൻഡ് യു വിൽ ബി എ ലൈക്ക് ഗോഡ്. ദൈവത്തെ പോലെ നിങ്ങൾ ആയിത്തീരുമെന്നുള്ള. യഥാർത്ഥത്തിൽ ഇതിനിടയ്ക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായി കാണും അല്ലേ? ഇപ്പം ദൈവം പറഞ്ഞതാണോ സത്യം, പിശാച് പറഞ്ഞതാണോ സത്യം? ഇത്തരം ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് ഇപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. സെക്കുലർ വേൾഡിൽ പറയുന്ന കാര്യമാണോ സത്യം, വേദപുസ്തകത്തിൽ പറയുന്നതാണോ സത്യം, സഭ പറയുന്നതാണോ സത്യം? കൺഫ്യൂസ്ഡ് ആവാറുണ്ട് പല സമയങ്ങളിൽ. സ്റ്റിൽ ദാറ്റ്
പ്രോസസ് ഈസ് ഗോയിങ് ഓൺ. ഈ ഒരു പ്രക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൺഫ്യൂഷൻ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രശ്നമുണ്ടായി. അവർ ഈ ആദമും ഹൗവയും അവർ ഈ പഴത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതുമായിരുന്നു എന്നാ പറയുന്നത്. വളരെ അപ്പീലിംഗ് ആണ് ടു അവർ ഐസ്. അപ്പോൾ ഈ ട്രൂത്ത് ഈസ് ബീങ് എക്സ്പ്ലെയിൻഡ് ഓർ റിയലൈസ്ഡ് ആസ് എ സെൻസറി പെർസെപ്ഷൻ. ഈ പലപ്പോഴും നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് സത്യത്തെ മനസ്സിലാക്കുന്നത്. വി ആർ ട്രൈങ് ടു റിയലൈസ് ദ ട്രൂത്ത് വിത്ത് യൂസിങ് അവർ സെൻസ്. നമ്മുടെ സെൻസ് കൊണ്ട് നമ്മൾ ഒരു സത്യത്തെ മനസ്സിലാക്കും. ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റേണൽ ട്രൂത്ത് അല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമായി കരുതുന്ന പല കാര്യങ്ങൾക്കും അതല്ല സത്യം. ദർ ഈസ് എ ട്രൂത്ത് ബിയോണ്ട് ദാറ്റ്. അതിനപ്പുറത്ത് മറ്റൊരു സത്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലോകത്തിൽ സഞ്ചരിക്കുമ്പം ഈ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ട് നമ്മുടെ സെൻസറി പെർസെപ്ഷനെ വളരെ നന്നായിട്ട് ട്രിഗർ ചെയ്യും. നമ്മൾ അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത് പല സമയങ്ങളിലും. പക്ഷേ അതിനപ്പുറത്ത് ദർ ഈസ് എ ട്രൂത്ത് ബിയോണ്ട് ഇറ്റ്. അതിനപ്പുറത്ത് മറ്റൊരു സത്യമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സെൻറ്റ് ജോർജിൻ്റെ ലൈഫിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഉണ്ടായി കാണാം. ഒരു പെർസെപ്ഷനറി ട്രൂത്ത് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരു ഇറ്റേണൽ ട്രൂത്ത് അദ്ദേഹം കണ്ടു. അദ്ദേഹം മനസ്സിലാക്കി ദാറ്റ് വാസ് ദ റിയൽ വൺ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ പരാജയം അവിടെയാണ് സംഭവിക്കുന്നത്. അതേ ഫോളിൻ്റെ പ്രശ്നങ്ങൾ തന്നെ, ദ സെയിം മിസ്റ്റേക്ക് ആൻഡ് ദ സെയിം കൺഫ്യൂഷൻ ഈസ് റിപ്പീറ്റിംഗ് ഇൻ ദ സെയിം ഇറ. ഇന്നിപ്പോൾ നമുക്കും അതാണ് പ്രശ്നം. ഇന്ദ്രിയങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ദ സെൻസസ് ആർ ക്രിയേറ്റിംഗ് ദ ട്രൂത്ത്. അവർ പറയുന്നതാണ് സത്യമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ബട്ട് ദർ ഈസ് ആൻ ഇറ്റേണൽ ട്രൂത്ത് ദാറ്റ് ട്രാൻസെൻഡ്സ് ഓൾ അവർ സെൻസേഷണൽ പെർസെപ്ഷൻസ്. നമ്മുടെ വൈകാരിക തലങ്ങളെല്ലാം അതിജീവിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ആ സത്യത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ദ ഹോളി സ്ക്രിപ്ചർ സ്പീക്സ്. അവിടെയാണ് നമ്മളത് കണ്ടെത്തേണ്ടത്. ഇത് നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, പരിശ്രമിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞായറാഴ്ച പള്ളിയിൽ നമ്മൾ കേട്ടതും സ്വീകരിച്ചതുമായ പല വാല്യൂ സിസ്റ്റത്തിൻ്റെയും അപ്പുറത്ത് പല കാര്യങ്ങൾ കാണാം. ആ സമയത്ത് ഹൗ ക്യാൻ വി കം ടു എ കൺക്ലൂഷൻ? വാട്ട് ഈസ് എ റിയൽ ട്രൂത്ത്? എന്താണ് യഥാർത്ഥ സത്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളൊരു കാര്യമാണ്. ഈ ഞാൻ സെമിനാറിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഹിന്ദു ന്യൂസ് പേപ്പർ വല്ലപ്പോഴും ഒക്കെ, എന്നും അങ്ങനെ വായിക്കത്തില്ലായിരുന്നു, വല്ലപ്പോഴും ഒക്കെ വായിക്കുമ്പോൾ ഈ ആ സമയത്തെല്ലാം ഈ എഡിറ്റോറിയൽ പല സമയങ്ങളിലും ഈ പൊളിറ്റീഷ്യൻസ് അവരുടെ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം അവരെപ്പോഴും ഈ എഫിമറൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം അവർ എഴുതുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകുന്ന ചില സത്യങ്ങൾ. അവർ ഇരുന്ന സമയത്ത് സത്യമെന്ന് വിചാരിച്ച പലതും കുറച്ച് കഴിഞ്ഞപ്പം സത്യമല്ലാതെയായി മാറി. അങ്ങനെയാണ് ഞാൻ ആ പദം പോലും, ഈ എഫിമറൽ, വിച്ച് മീൻസ് നോട്ട് കോൺസ്റ്റൻറ്റ്, നമ്മൾ ഈ വാനിറ്റി എന്ന് പറയുന്നതിന് ഉള്ള ഒരു മറ്റൊരു പദമായിട്ട് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചതും അന്നാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് മാത്രമല്ല സത്യം, അതിനപ്പുറത്ത് ഒരു റിയൽ ട്രൂത്ത് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആസ് എ കോൺഗ്രിഗേഷൻ, ആസ് ആൻ അസംബ്ലി ഓഫ് ഗോഡ് ആൻഡ് ആസ് എ people of God, we are called here to search what is the real truth, the truth that transcends all our sensory perceptions. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണുന്നതിനേക്കാൾ അപ്പുറത്തുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് റിസറക്ഷൻ നാറേറ്റീവ്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത്. പുനരുത്ഥാനത്തിന് ശേഷമുള്ള കാലം നമുക്കതറിയാമല്ലോ. കാരണം കർത്താവ് എപ്പോഴും അവരുടെ കൂടെയുണ്ട്. പക്ഷെ അവരുടെ കണ്ണുകൾ കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് അപ്പിയറൻസ്. അടച്ചിട്ടിരുന്ന മുറിക്കകത്തിൽ വരുന്നു, കടലിനു മീതെ നടന്നു വരുന്നു, അവരോടൊപ്പം നടക്കുന്നു, അപ്പം മുറിക്കുന്നു,
പെട്ടെന്ന് മറയുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അതിനു മുമ്പ് കറക്റ്റ് ഒരു ഫിസിക്കൽ പ്രസൻസ് ആയിരുന്നു. ബട്ട് ആഫ്റ്റർ ദ റെസറക്ഷൻ ദ സിനറിയോ ഇസ് ചേഞ്ച്ഡ്. വളരെ വ്യത്യാസമായിട്ടത് മാറുകയാണ്. അപ്പോഴാണ് അവർ മറ്റൊരു ഇറ്റേണൽ ട്രൂത്തിലേക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ആ ഇറ്റേണൽ ട്രൂത്ത് എന്താണ്? ഈവൻ ദോ ദ ഫിസിക്കൽ പ്രസൻസ് ഈസ് നോട്ട് ഹിയർ, ഹീ ഈസ് വിത്ത് അസ്. അതാണ് ആ സത്യം. ഫിസിക്കൽ പ്രസൻസിൽ കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളൊരു ഇറ്റേണൽ ട്രൂത്ത് ആഫ്റ്റർ ദ റെസറക്ഷൻ ദ ഡിസൈപ്പിൾസ് കമ്മ്യൂണിറ്റി ദേ റിയലൈസ്ഡ് ഇറ്റ്. അവരത് മനസ്സിലാക്കി എന്നുള്ളതാണ്. രണ്ടാമത് മറ്റൊരു കാര്യമാണ്, അവർ പഴം പറിച്ചു, ഫോളുണ്ടായി. അപ്പോൾ ദൈവം അവരുടെ അടുക്കലേക്ക് വന്നു. ഈ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. വാട്ട് ഹാപ്പൻ ടു യു? എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ആദം പറഞ്ഞു, സ്ത്രീ എനിക്ക് കൊണ്ടുതന്നു, ഞാൻ കഴിച്ചു. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഞാനല്ല ഇതിൻ്റെ പ്രശ്നം, ആരാണ്? പാമ്പാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, മറ്റുള്ളവരിലേക്ക് പഴിചാരുന്ന ഒരു കാര്യവും നമ്മൾ പല സമയത്തും കേട്ടിട്ടുള്ളൊരു സാധാരണപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ ഈ മറ്റുള്ളവരിലേക്ക് പഴിചാരുന്നതിന് പകരം സെൽഫ് റിയലൈസേഷൻ അതൊരിക്കലും ഉണ്ടായില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഫോൾ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത്. അപ്പം ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആദ്യ മനുഷ്യൻ്റെ മുതലുള്ള പരാജയം എവിടാന്ന് ചോദിച്ചാൽ, ഹി ഫെയിൽഡ് ടു അക്നോളജ് ഹിംസെൽഫ്. തൻ്റെ വീഴ്ച എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം മുതൽ ശ്രമിക്കാറില്ല. ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടം ഈ ക്രെഡിറ്റ് സിൻഡ്രോം. എല്ലാവർക്കും അത് ഇഷ്ടമല്ലേ, ക്രെഡിറ്റ് സിൻഡ്രോം? ഇപ്പം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഉടനെ പറയും, ഞാനല്ല, മറ്റൊരാളാണ്. ഈ ക്രെഡിറ്റ് സിൻഡ്രോം നമ്മുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമ്മൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സെൽഫ് റിയലൈസേഷനാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വീണ്ടുവിചാരം, ഒരു റീതിങ്കിങ്, ആൻഡ് വി ആർ റെക്ടിഫൈങ് അവർ സെൽഫ്സ്. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അബ്ദുൽ കലാമിനെ കുറിച്ച് വായിച്ചൊരു കാര്യം ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് വന്നുകൊണ്ട് ഞാനങ്ങ് പറയാം. അദ്ദേഹത്തിൻ്റെ ഈ പ്രസിഡൻ്റ് സ്ഥാനത്തേക്കൊക്കെ അദ്ദേഹം എലവേറ്റ് ചെയ്തതിന് ശേഷം പത്രക്കാരൊരു ഇൻ്റർവ്യൂ നടത്തി. അന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ റോക്കറ്റ് ലോഞ്ചിങ്ങിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യത്തെ പല പ്ലാൻസും അദ്ദേഹത്തിന് ശരിയായില്ല. എന്നാൽ പിന്നീട് മൂന്നാം പ്രാവശ്യം അവർ വീണ്ടും അത് റെക്ടിഫൈ ചെയ്ത് ആ ലോഞ്ചിങ് പെർഫെക്റ്റ് ആയ സമയത്ത് അനേകം ആളുകൾ, പത്രക്കാരെല്ലാവരും വന്നിട്ട് ഇൻ്റർവ്യൂവിന് ആരംഭിക്കുകയാണ്. അപ്പോഴാണ് അബ്ദുൽ കലാം മറ്റൊരു മനുഷ്യനെ അടുത്ത് ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു ടീം ദേ വർക്ക് ബിഹൈൻഡ് ഇറ്റ്. ഈ ഒരു ടീമാണ് വർക്ക് ചെയ്തത്. ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു ദം. അവർക്കാണ് ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ പോകുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും ക്രെഡിറ്റ് എടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ മിസ്റ്റേക്കുകളെ അഫേം ചെയ്യാനോ അത് റിയലൈസ് ചെയ്യാനോ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അത് നമ്മുടെ ലൈഫിൽ ഒരു വലിയ പരാജയമാണ്. അപ്പോൾ ഈ പെരുന്നാളിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ചില കാര്യങ്ങളിൽ മാത്രം സംതൃപ്തരാകാതെ അതിനപ്പുറത്തേക്കുള്ള സത്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാനും, നമ്മുടെ ജീവിതത്തിൽ ആക്ച്വൽ ഫെയിലിയേഴ്സ് റിയലൈസ് ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനുമുള്ള സന്മനസ്സും, ഈ ക്രെഡിറ്റ് സിൻഡ്രോം മാത്രം ഇങ്ങനെ എപ്പോഴും മനസ്സിൽ കണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രം അല്ല. നമുക്കെപ്പോഴും ഈ ഫെയിലിയേഴ്സും അക്സെപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാനുമായിട്ടുള്ള നല്ല മനസ്സ് എപ്പോഴും ഉണ്ടാകണം. അത് ഫാമിലി ലൈഫിലാണെങ്കിലും നമ്മുടെ എക്ലീസിയാസ്റ്റിക്കൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും അത് നമ്മളെ ഒത്തിരി സഹായിക്കും. അപ്പോൾ അതിന് ഈ പെരുന്നാളും കാര്യങ്ങളുമൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം നമുക്ക് ശിരസ്സുകൾ നമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ശിരസ്സുകൾ നമിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധൻ്റെ ഓർമ്മ കഴിക്കുന്ന നാളുകളിൽ കർത്താവേ, സത്യവിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ ഈ പുണ്യവാൻ എങ്ങനെ ജീവിച്ചുവോ അതേ ആത്മാവിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതം പുരോഗമിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന്
ഞങ്ങളെ അടിമപ്പെടുത്തുന്ന എല്ലാവിധമായ ഇന്ദ്രിയങ്ങളുടെ കെട്ടുകളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് യഥാർത്ഥ സത്യത്തിലേക്ക് ഞങ്ങളുടെ മനസ്സുകളെ നയിക്കണമേ. വിജയങ്ങൾ മാത്രം ആഘോഷിക്കുവാനല്ല, തെറ്റുകൾ തിരുത്തുവാനും ആത്മീയമായി പുരോഗമനത്തോടെ മുന്നേറുവാനും തക്കവണ്ണമുള്ള വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ഈ പെരുന്നാൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും സഭാജീവിതത്തിൻ്റെയും നവീകരണത്തിനായി തീരണമേ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആയത് ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും അവിടുത്തെ നാമത്തിന് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.